വീണ്ടും പോലീസിനു നേരെ ഗുരുതര ആരോപണം. തിരുവനന്തപുരത്ത് ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതിനെതിരെയാണ് പരാതി. കഴിഞ്ഞ നവംബർ 25-നാണ് 14 വയസ്സുകാരി അതിക്രമത്തിന് ഇരയായത്. പരാതി നൽകിയത് 43 ദിവസം മുൻപാണ്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിയെ പിടികൂടാതെ മംഗലാപുരം പോലീസ് ഒഴിഞ്ഞുമാറുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത്. പ്രതിക്ക് ഉന്നത സ്വാധീനമുള്ളതിനെ തുടർന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കാത്തതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രതി ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം നൽകുന്നത്. എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതികരണവും ആരോപണവുമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉന്നത സ്വാധീനമുള്ള പ്രതികൾക്കെതിരെ പോലീസ് നിശബ്ദത പാലിക്കുന്നത് സ്ഥിരം കാഴ്ചയാണെന്നാണ് മുൻപ് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയിൽ പോലീസ് അനാസ്ഥ ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് അടുത്തിടെ മാർച്ച് നടത്തിയത് മറ്റൊരു സംഭവമാണ്. അതുപോലെ തന്നെ കുന്ദമംഗലത്ത് 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ 1.5 മാസത്തിനു ശേഷം പ്രതി പോലീസിൽ കീഴടങ്ങിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. സംഭവത്തിന്റെ തുടക്കത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നത് പോലീസ് അനാസ്ഥയാണെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. പെൺകുട്ടിയുടെ മാതാവ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടാകുന്ന സംഭവങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. ഉന്നത സ്വാധീനത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടാതെ പോകരുത്.